ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ബ്ലൗസ് പീസിൽ വർക്ക് ചെയ്യുന്നത് കാണാം. ഇതുപോലത്തെ ക്ലോത്തൊക്കെ ഫ്രെയിമിൽ വെക്കുമ്പോൾ ഡാമേജ് ആകാതിരിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ബോർഡറിൽ വരുന്ന ഡിസൈൻ. ഒരു റൗണ്ട് വന്നിട്ട് മിഡിലൊരു ലോട്ടസ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇന്ന ഡിസൈൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തെങ്കിലും ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോട്ടസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അതിൻ്റെ റൗണ്ടിൽ സീക്വൻസും ഷുഗർ ബീഡ്സും വെച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് സെപ്പറേറ്റ് ഒരു ക്ലോത്തിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ അത്ര വലിയ ലോട്ടസ് അല്ല കേട്ടോ. ഒരു സ്ലീവിൽ ഇതുപോലെ 2 റൗണ്ടാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 4 റൗണ്ട്സ് വരുന്നുണ്ട് 2 സ്ലീവിലും കൂടി. പിന്നെ ഞാൻ ഇങ്ങനത്തെ നൈലോൺ ത്രെഡാണ് വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോകുന്ന ആ പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കെട്ടിട്ടിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം ഇത് വെച്ചിട്ട്. ഈ ഒരു റെയിൻബോ കട്ട് ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈക്രോ കട്ട് ബീഡ്സാണ്. എപ്പോഴും ചെറിയ ഡിസൈൻസൊക്കെ ഡീറ്റെയിലിങ് ചെയ്യാൻ ഈ ഒരു മൈക്രോ കട്ട് ബീഡ്സാണ് നല്ലത്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഓരോ ബീഡിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഒരു കട്ട് ബീഡ് എന്ന രീതിയിൽ. എന്നാലേ നമുക്ക് ചെറിയ ഡിസൈൻസിലൊക്കെ വരുന്ന ആ കേർവ്സൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നീഡിൽ കുത്തിയെടുക്കാൻ നല്ല പാടാണ്. ക്ലോത്തിൻ്റെ ത്രെഡ് നീഡിലിൽ ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോത്തുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. ക്ലോത്തിൻ്റെ ത്രെഡ് വലിച്ചെടുത്താൽ ക്ലോത്ത് ഡാമേജ് ആകും. അപ്പോൾ ത്രെഡ് കുടുങ്ങിയാൽ നമ്മൾ നീഡിൽ ജസ്റ്റ് സ്റ്റക്കായി നിൽക്കുന്നിടത്തു നിന്ന് വിടിയിപ്പിക്കുക. എന്നിട്ട് എഗെയിൻ നീഡിൽ കുത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ലോട്ടസിൻ്റെ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം എത്തുമ്പോൾ നമ്മളവിടെ ലാസ്റ്റ് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കാം. അപ്പോൾ നമുക്കിനി താഴേക്കാണല്ലോ വർക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ലാസ്റ്റ് കൊടുത്ത 2 കട്ട് ബീഡ്സിൻ്റെ മിഡിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ കട്ട് ബീഡ്സ് ഇട്ട് താഴേക്ക് വർക്ക് ചെയ്ത് പോരാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെയായിട്ടൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് കൊടുത്ത 2 കട്ട് ബീഡ്സിൻ്റെ മിഡിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ കട്ട് ബീഡ്സ് ഇട്ട് താഴേക്ക് പോരാ. ഇതും നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ ചെയ്യാം.
സെയിം പ്രോസസ്സ് തന്നെയാണ്. ലാസ്റ്റത്തെ കട്ട് ബീഡ് കൊടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, എഗെയിൻ ഒരു ചെയിൻ സ്റ്റിച്ച്, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച്, ലാസ്റ്റ് കൊടുത്ത 2 കട്ട് ബീഡ്സിൻ്റെ മിഡിലായിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഓരോ ബീഡിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു പെറ്റൽ ചെയ്യുന്നത് നോക്കിയേ. ഇതിലെനിക്ക് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത് നിർത്തുന്നിടത്തു നിന്ന് കുറച്ച് മുകളിൽ നിന്നാണ് താഴേക്ക് ചെയ്തു പോകേണ്ടത്. കണ്ടോ, ഞാനിപ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു കട്ട് ബീഡ് കൊടുത്തു, ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. കാരണം മുകളിൽ നിന്നാണ് എനിക്ക് ഇനി താഴേക്ക് ചെയ്തു വരേണ്ടത്. അതായത് എന്നാലേ ആ ഒരു ഡിസൈൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുകളിലേക്ക് 2 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഓരോ ബീഡിട്ട് താഴേക്ക് ചെയ്തു വരികയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ലോട്ടസും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീക്വൻസും ഷുഗർ ബീഡ്സും എങ്ങനെ വെക്കണമെന്ന് നോക്കാം. ഇതുപോലെ ഒരു സീക്വൻസ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ആ ഒരു ലൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ആ ആ സീക്വൻസിൻ്റെ ഹോളിൽ കൂടി ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് എഗെയിൻ നമ്മളിപ്പോൾ എടുത്ത ലൂപ്പിനുള്ളിൽ കൂടി ഒരു ലൂപ്പും കൂടി എടുത്തിട്ട് നമ്മൾ സാധാരണ എൻഡിനോട്ടിട്ട് ഫിനിഷ് ചെയ്യില്ലേ, അതുപോലെ ഫിനിഷ് ചെയ്യാം. ഇതൊരു മെത്തേഡ്.
സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് എടുക്കുക, എന്നിട്ട് ഒരു സീക്വൻസും ഷുഗർ ബീഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സീക്വൻസിൻ്റെ ഹോളിൽ കൂടി ഒരു ലൂപ്പ് കൂടി എടുക്കുക, കണ്ടോ. എന്നിട്ട് ആ ലൂപ്പിനെ ഷുഗർ ബീഡ് കവർ ചെയ്യുന്നത് പോലെ കൊണ്ടുവരിക, കണ്ടോ. കവർ ചെയ്ത് പിടിച്ചിട്ട് താഴത്തുനിന്ന് ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസും ഷുഗർ ബീഡ്സും വെച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. വർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈനർ ബ്ലൗസസൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.